പെരുന്നാളെല്ലാവരും ആഘോഷിച്ചോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസ് പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് അയണാർപ്പർ ഫുള്ളായിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ പോയി കാണാം. സോ ലെറ്റ്സ് ഗോ. സോ നമ്മൾ ഈ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് റെക്കോർഡായില്ലായിരുന്നു. ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത് റെക്കോർഡായില്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് കൃഷി ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. കൃഷി ഇവിടെ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യാനാണ് ഞാൻ കൃഷി പ്ലാൻ ചെയ്യുന്നത്. സോ ഞാൻ പുതിയൊരു സാധനം ഒപ്പിച്ച് നമ്മൾ നിന്ന് കയറുന്നത്. സോ ഇവിടെ നമുക്കൊരു കുതിരക്കുട്ടനെ കിട്ടി. അത് ഞാൻ ഒരു വില്ലേജിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. വില്ലേജ് ഒക്കെ ഉണ്ടായിരുന്നു, കാരണം കോർഡിനേറ്റർ ആക്കിയിട്ട് ഞാൻ വില്ലേജ് എവിടെയാണുള്ളതെന്ന്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ മലയ്ക്കും അപ്പുറമായിരുന്നു വില്ലേജ്. ഓക്കെ, നമുക്ക് കുറച്ച് സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ട്, മറ്റേ കളയ്ക്കുന്ന കൊന്താലി ഉണ്ടാക്കാൻ. അതിനായിട്ട് നമ്മൾ കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം. ഇത്രയും സ്റ്റിക്ക് മതിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇത്രയും സ്റ്റിക്ക് മതിയായിരിക്കും. നമുക്കിനി അയണിൻ്റെ വേണ്ട, അയണിൻ്റെ വേണ്ട, മറ്റേ തടിയിൽ മതി. അയണിൻ്റെ എന്തിനാണ് ചുമ്മാ ഉണ്ടാക്കി നമ്മൾ അയൺ വേസ്റ്റ് ആക്കുന്നത്, അല്ലേ ഗൈസ്? സോ നമ്മളെ കുതിരക്കുട്ട ഇവിടെ കിടന്ന് കോപ്പറി കാണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് അവന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു കൃഷി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ബക്കറ്റും കൂടെ കൈയെടുത്ത് വെച്ചേക്കാം. ഓക്കെ, ബക്കറ്റും കൈയെടുത്ത് വെച്ചേക്കാം. പിന്നെ നമ്മൾ ഇതിന് ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ എനിക്ക് വേറൊരു പ്ലാനുണ്ട്. തൽക്കാലം ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നില്ല, കാരണം എൻ്റെ വീടിൻ്റെ ബാക്ക് വശത്തായിട്ടുണ്ടാകും. അതിന് അടുത്ത എപ്പിസോഡ് നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. സോ നമുക്ക് ഇവിടെ ആയിട്ട് പ്ലാനാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് എന്തായാലും പ്ലാൻ ചെയ്ത് തുടങ്ങാം. സോ അതെല്ലാം ഞാൻ കുഴിച്ച് തീരാറായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇത് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ആ വെള്ളം ഒഴിക്കാനായിട്ടാണ്. വെള്ളം ഇനി ഇവിടെ അടുത്തൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് ദൂരോട്ട് പോയിട്ട് വരും. ഞാൻ കുറച്ച് ദൂരെ പോയി ഇനി വെള്ളം എടുക്കണം ഗൈസ്. സോ ഗൈസ്, ഇവിടെ ഒരു കേവാണ്. മേ ബി ഇവിടെ വെള്ളം കാണാം. ഉണ്ട്. ഇത് കുഴപ്പം പിടിച്ച കേവാണോ എന്തോ. ഇവിടെ കുറച്ച് കോളൊക്കെ ഇരിക്കുന്നു ഗൈസ്. നമുക്കിപ്പം വേണ്ട ആവശ്യമില്ല. ഇവിടെ അടുത്ത് ചാടിയാൽ നമ്മുടെ ലൈഫെല്ലാം പോകുമോ എനിക്ക് അറിഞ്ഞുകൂടാ. എടാ, ഇവിടെ എല്ലാം നമ്മളെ സ്റ്റെപ്പ് പോലെ തന്നെ വെള്ളം കുറച്ചെടുത്ത് ഇനി അത് കുറേ വട്ടം ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഗൈസ്. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഓക്കെ, അപ്പം നമ്മളിതാ മേളിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇതും കൂടെ ഒഴിക്കുമ്പം നമ്മുടെ കൃഷി മൊത്തം സെറ്റായിട്ടുണ്ട്. എൻ്റെ ഒരു സീറ്റുണ്ട്. ഇവിടെ ഒരു കോഴി കണ്ട നിന്നിരുന്നു. ഇത് നമുക്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ കൃഷി മൊത്തം സെറ്റാക്കിയിട്ടുണ്ട്. നൈറ്റ് ആവുന്നതുകൊണ്ട് നമുക്ക് ഇനി എന്തായാലും നേരെ വീട്ടിൽ പോയി കിടക്കാം, അല്ലെങ്കിൽ കുറേ ചാത്തന്മാർ ഇറങ്ങി നമ്മൾ അടിച്ച് കൊല്ലും ഗൈസ്. സോ നമുക്ക് നേരെ വീട്ടിലോട്ട് കയറി കിടക്കാം. സോ പാർട്ട് 4 ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മളെ വീട് ഓട്ടോമാറ്റിക്കൽ ഡോറൊക്കെ വെച്ച് അടിപൊളി ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് രാത്രി കിടന്ന് ഉറങ്ങാം ഗൈസ്. 6.5 hours later. ഒരു സുപ്രഭാതത്തിൽ എണീറ്റുണ്ട്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു കൃഷിയെല്ലാം ഇത്ര കഷ്ടപ്പെട്ട് ചെയ്താൽ. നീ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. സോ ഇവൻ എന്തൊരു പേരിടണോ നിങ്ങൾ എന്തായാലും ഇപ്പം തന്നെ കമൻറ്റ് അടിച്ചേക്കാം. നിങ്ങൾ പറയുന്ന പേര് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇവന് കുറച്ച് കുസൃതി കൂടുതലാണ്. അതിൻ്റെ മേളിലൊക്കെ അവൻ കയറിയിരിക്കും. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, കാരണം നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ലോങ് ആയിരുന്നു. സോ അതെനിക്ക് പോയോണ്ട് വിഷമമുണ്ട്. സോ അടുത്ത എപ്പിസോഡ് എന്തായാലും ഞാൻ മാക്സിമം നന്നാക്കാൻ നോക്കാം. ബൈ.